മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. കൈരളിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണാശംസകൾ. ഒരു നല്ല ഓണം ആശംസിക്കുകയാണ്. ഹാപ്പി ഓണം. സാധാരണയായിട്ട് നമ്മൾ ഒരു വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത് ഇതുപോലുള്ള വിശേഷ അവസരങ്ങളിലാണ് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നത്. ഒരു വിഷു ആണെങ്കിലും ഒരു ഓണമാണെങ്കിലും. ഓണം എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഒരു പക്ഷേ കേരളത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ, അതായത് ജാതി ഭേദമന്യേ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇപ്പം മലയാളി എവിടെ പോയാലും, ഇപ്പോൾ കേരളം വിട്ടാണെങ്കിലും അതർ സ്റ്റേറ്റ്സ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും ഓണത്തിനെ നമ്മൾ മറക്കാറില്ല അല്ലേ. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ നാടിനെക്കാട്ടിലും കൂടുതലായിട്ട് ഓണം ആഘോഷിക്കുന്നത് പ്രവാസികളായി ജീവിക്കുന്ന മലയാളികൾ തന്നെ ആയിരിക്കും. അത്രയ്ക്ക് ഗൃഹാതുരത്വമാണ് ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അത് ആ ഒരു രീതിയാണ്. അപ്പോൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഓണമാണ് പണ്ടൊക്കെ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സിറ്റിയിലും സിറ്റിയുടേതായ രീതിയിലുള്ളൊരു എന്താ പറയേണ്ട ഒരു വലിയ രീതിയിലുള്ളൊരു ലാർജ് ക്യാൻവാസിലുള്ള ഒരു ഓണം ഈ കാലങ്ങളിലൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഓണം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ മാജിക് അവനും നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളൊരു പായസം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ഫെസ്റ്റിവൽസിനും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മധുരമാണല്ലോ പ്രധാനം. ഒരു മധുരം കൊണ്ടാണ് എപ്പോഴും ആഘോഷിക്കാറ്. ഇപ്രാവശ്യവും മധുരം തന്നെയാണ്. ഇപ്രാവശ്യം നമ്മൾ മിൽക്കി മിസ്റ്റിനോടൊപ്പമാണ് ഇപ്രാവശ്യത്തെ ഓണവും ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പായസമാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പായസം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായൊരു പായസം വേണ്ടേ. അപ്പോൾ ഇതൊരു ആപ്പിൾ പായസമാണ്. അപ്പോൾ ആപ്പിളൊക്കെ ഇപ്പോൾ അത്യാവശ്യം കിട്ടുന്ന സമയമാണ്. അപ്പോൾ ആപ്പിൾ കൊണ്ട് അതൊരു ഫ്രൂട്ട് പായസമാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൾ കൊണ്ടുള്ളൊരു പായസം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്പിൾ കാരമൽ പായസം. ചേരുവകൾ: ആപ്പിൾ 1.5 കിലോ മുതൽ 2 കിലോ വരെ ആകാം. ശർക്കര 1/2 കിലോ മുതൽ 3/4 കിലോ വരെ ആകാം. പഞ്ചസാര 1/2 കപ്പ്. മിൽക്കി മിസ്റ്റിൻ്റെ കൗഗി 4 ടേബിൾ സ്പൂൺ. അണ്ടിപ്പരിപ്പ് 50 ഗ്രാം. കിസ്മിസ് 50 ഗ്രാം. ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. ചൗവരി 50 ഗ്രാം 2 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്തത്. തേങ്ങയുടെ 3-ാം പാൽ 3 കപ്പ്. 2-ാം പാൽ 2 കപ്പ്. 1-ാം പാൽ 1 കപ്പ്. ചൂടുവെള്ളം 1 കപ്പ്. കാരമലൈസ് ചെയ്യുന്ന പഞ്ചസാരയിൽ ഒഴിക്കാൻ ആവശ്യമായതാണ്. കുറച്ചേറെ ആപ്പിൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കിലോ ആപ്പിൾ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ആപ്പിൾ എന്ന് പറഞ്ഞ കാര്യം പെട്ടെന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ കളർ മാറുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കഷ്ണങ്ങളായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും പകുതി ആപ്പിൾ എടുത്ത് ഏകദേശം ഒരു 5 ആപ്പിൾ അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചിട്ട് വരാം. ബാക്കിയിരിക്കുന്ന ഒരു 5 ആപ്പിൾ ഗ്രേറ്റ് ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു, കുറച്ച് നമ്മൾ അരച്ചു കൊടുക്കുന്നു പ്യൂറീഡ് ഫോമിൽ. പിന്നെ ഇത് പഞ്ചസാരയല്ല ചേർക്കുന്നത്, നമ്മൾ ശർക്കരയിൽ തന്നെയാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ആപ്പിൾ പ്രഥമൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആപ്പിൾ പ്രഥമനോ ആപ്പിൾ പായസം എങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ തേങ്ങാപ്പാലുണ്ട്. എല്ലാം ഇവിടെ റെഡിയാണ്. കുറച്ച് ചൗരിയും കൂടെ ചേർക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ ചൗരി ഒരു 50 ഗ്രാം വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൽ ഉപയോഗിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ആപ്പിളിൻ്റെ ഒരു 5 ആപ്പിൾ ഏകദേശം ഒരു 3/4 കിലോ എന്ന് പറയാം, അതെടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ആപ്പിൾ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആപ്പിളിൻ്റെ കളർ ഇങ്ങനെയാകും അരച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതിവിടെ റെഡിയാക്കി വെച്ചു. ഉടനെ തന്നെ നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങണം. ഇതിപ്പോൾ 1/2 കിലോ ശർക്കരയാണ് ചീകിയെടുത്തത്. ഇതൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, 1/4 മുതൽ 1/2 കപ്പ് വരെ ആകാം, വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഉരുക്കി അരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാദ്യം ഉരുക്കാൻ വയ്ക്കാം. അപ്പോൾ ശർക്കരയിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഉരുകി റെഡിയായി വരും. ഉരുകി കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ച ഉരുളിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി തുടങ്ങി. ഇനി ഈ സൈഡിൽ ഉരുളി അടുപ്പിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്യാൻ പോണത് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കൗഗി 1 ടേബിൾ സ്പൂൺ ഉരുളിയിലേക്ക് ഇടുന്നു. ഉരുളി നല്ല ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മുടെ ആപ്പിൾ അരച്ചത് ചേർക്കണം. അപ്പോൾ ആപ്പിൾ അരച്ചത് ആ നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കിയ ഉടനെ തന്നെ ആപ്പിൾ അരച്ചത്, ആപ്പിൾ പ്യൂറേറ്റ് ഒരു 5 വലിയ ആപ്പിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ടാണ് അരച്ച് വെച്ചത്. മിക്സി ഉപയോഗിച്ചിട്ട് അരച്ച് വെച്ചു. അതെ, ഇപ്പോൾ നോക്കിയാൽ ആ കളർ ഇങ്ങനെ കുറച്ച് മാറി വരും. അത് അരയ്ക്കുമ്പോഴും ഗ്രേറ്റ് ചെയ്യുമ്പോഴും വരും. പക്ഷെ അത് കാര്യമാക്കണ്ട, അത് നമ്മളിങ്ങനെ വറട്ടിയെടുക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരും. അതെ, നോക്കൂ, ഈ രീതിയിൽ ആദ്യം ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് തന്നെയാണ്
നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും. ഇതും ഒരു 5 വലിയ ആപ്പിൾ ഉണ്ടായിരുന്നു. ഇത് ഉരച്ചെടുത്ത് അപ്പോൾ എല്ലാ ആപ്പിളും ഒന്നിച്ചായി, ഗ്രേറ്റഡും അരച്ചതും. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മുതൽ 2 കിലോ ആപ്പിൾ വരെ ഉപയോഗിക്കാം. അത് സെയിം അളവ് തന്നെയാണ് ശർക്കരയുടെയും എല്ലാ കാര്യങ്ങളും. കാര്യം അതിൻ്റെ സ്കിന്നെല്ലാം മാറി വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറേ കുറയും. അപ്പോൾ നമുക്ക് ഇത്രയും നിറച്ച് ഹോൾസമായിട്ട് കിട്ടുകയും വേണം. ആപ്പിൾ പായസം എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ സ്വാദ് വേണ്ടേ, അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഇത് ബോമസിലയുടെ പീസസൊക്കെ കിടക്കുന്ന പോലെ ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ചെറിയ ചെറിയ നീളത്തിന് ഗ്രേറ്റ് ചെയ്തിട്ടത്. ചൗവരി 50 ഗ്രാം ഒരല്പസമയം വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് അതേ ഈ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിയാൽ ഈ ആപ്പിൾ നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോഴും അരയ്ക്കുമ്പോഴും കളർ ഒരു എന്താ പറയുക, ഒരു വേറൊരു കളറാകും, ഒരു പിങ്കിഷ് കളറൊക്കെ ആയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ പോലെ. പക്ഷേ ഇങ്ങനെ നെയ്യിലിട്ട് വറുത്തി കഴിയുമ്പോൾ അത് കുറച്ചുകൂടി ലൈറ്ററായി കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു സ്വർണ്ണ നിറമായിട്ട് മാറും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് അപ്പോൾ ഏതാണ്ട് നെയ്യിൽ കിടന്ന ഒരു 10 മിനിറ്റായി ഇങ്ങനെ വറുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിക്കും. 1/2 കിലോ ശർക്കരയാണ് ഉരുക്കി വെച്ചത്. അരിച്ചൊഴിക്കട്ടെ. അങ്ങനെ ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുക്കണം. ഈ ഒരു സ്റ്റേജിലൊക്കെ പൊട്ടി പുറത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. കാര്യം അതിൽ വെള്ളം വറ്റുന്നവരെ അങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞത് നന്നായിട്ട് വറണ്ട് വരും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചൗവരിയും കൂടി ചേർക്കണം. ഇത് വേവിച്ച ചൗവരിയാണ്, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് വേകേണ്ട ആവശ്യമില്ല. ചൗവരിയും കൂടി ഇതിനകത്ത് കിടക്കട്ടെ. ഇതെല്ലാം കൂടി കിടന്നിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ ചൗവരിയും ആപ്പിളും ശർക്കരയും എല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ ആപ്പിളെല്ലാം ഒന്ന് വരണ്ട് വരട്ടെ. ആ ചൗവരിയും എല്ലാം കൂടി ചേർന്നിട്ട് വരണ്ട് കിട്ടും. ഇപ്പോൾ ആപ്പിളും ചൗവരിയും ശർക്കരയും എല്ലാം കൂടി ചേർന്ന് നല്ല ടൈറ്റായി കഴിഞ്ഞു. നോക്കിയേ, ഇതിങ്ങനെ ഉരുളിയിൽ നിന്നും വിട്ട് വരുന്ന പോലെയുള്ള പാകമായി. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ കൗഗി വീണ്ടും ചേർക്കുന്നു. 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കും. അതായത് ഉരുക്കാത്ത നെയ്യ് നിറച്ച് 1 ടേബിൾ സ്പൂൺ. ഇപ്പോൾ നല്ല കൊഴുത്ത രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. നെയ്യുടെ കൂടെ കിടന്ന് വറണ്ട് സെറ്റായി വരട്ടെ. ഇനി ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വരട്ടിയാൽ മതി. നല്ല ആപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നൊരു പായസമായിരിക്കും ഇത്. ഇനി ഇതിലേക്ക് 3-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കും. ചൗവരിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല കൊഴുപ്പുണ്ട്. മാത്രമല്ല ആപ്പിളും ധാരാളമായിട്ട് നമ്മളിതിൽ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ക്വാണ്ടിറ്റി നന്നായിട്ട് കിട്ടും. അപ്പോൾ 3-ാം പാൽ നമ്മളൊരു 3 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല കുറുകി തന്നെ ഇരിക്കുന്നത്. ഒരു തളയൊക്കെ വരട്ടെ. അത് കഴിഞ്ഞാൽ 2-ാം പാൽ. രണ്ടാം പാലും ഒരു 2-2.5 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തിളയെല്ലാം വന്നു കഴിഞ്ഞു.
പൊട്ടി വരുന്നു. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ. അപ്പോൾ ഒരു 2.5 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു. ഇനി ഇത് കൂടെ കിടന്നിട്ട് പായസം നന്നായിട്ട് തിളയ്ക്കണം. ഇത് ഭയങ്കര എന്താ പറയുക, ഡാർക്ക് കളറിലെ ശർക്കരയല്ലായിരുന്നു, കുറച്ച് വെള്ള ശർക്കര എന്ന് പറയില്ല, കുറച്ച് ലൈറ്റ് ഷെയ്ഡായിരുന്നു. അതുകൊണ്ട് പായസത്തിൻ്റെ കളർ കുറച്ച് ലൈറ്റ് ആയിരിക്കും, പക്ഷേ കാര്യമില്ല, മധുരം കറക്റ്റായിരിക്കും. നമ്മുടെ പായസം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമയം ഒരു കാര്യം കൂടി ചെയ്യാം, കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ്. അടുപ്പ് വെച്ച് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കി എടുത്തിട്ട് അതും നമ്മൾ നമ്മുടെ പായസത്തിലേക്ക് ഒഴിക്കും. അപ്പോൾ പേര് ചിലപ്പോൾ മാറ്റേണ്ടി വരും നമ്മൾ, അങ്ങനെയില്ല, എന്നാലൊരു കാരമൽ ടേസ്റ്റും കൂടി കിട്ടും, കളറും കുറച്ചുകൂടി ബെറ്ററാകും. അപ്പോൾ കാരമൽ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു ആപ്പിൾ കാരമൽ പായസം എന്ന് പറയേണ്ടി വരും അല്ലേ. എന്തായാലും ഇതൊന്ന് റെഡി ആകട്ടെ. അപ്പോൾ ആ പഞ്ചസാര കാരമലൈസ് ചെയ്തത് സിറപ്പാക്കി അതും കൂടി നമ്മുടെ പായസത്തിലേക്ക് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ചൂടുവെള്ളം, ഏകദേശം 1 കപ്പ് നല്ല തിളച്ചുകൊണ്ടിരുന്ന വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് ഉരുകി ലൂസാകും. അതാണ് നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ പായസം ഇങ്ങനെ ചെറിയ രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കണം, പെട്ടെന്ന് തന്നെ ആകണം ഇതെല്ലാം. ഓൾറെഡി നമ്മുടെ ആപ്പിൾ പായസം ഒരു പാൽപ്പായസത്തിൻ്റെ നിറത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നോക്കിയപ്പോൾ ശരിക്കും ഒരു പാൽപ്പായസം പോലെ ഒരു ലൈറ്റ് ഒരു യെല്ലോ കളറിലാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കാരമൽ സിറപ്പും കൂടി ഒഴിക്കുകയാണ്. നന്നായിട്ട് ഉരുകി കഴിഞ്ഞു, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളത് ലൂസാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഷുഗർ സിറപ്പാണ്, അത് കാരമൽ ഷുഗർ സിറപ്പാണ്. ഇത് അങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കാണല്ലോ പായസം. ഇതിപ്പോൾ ഒരു 3 കപ്പ്, ആദ്യം ഒരു 3.5 കപ്പോളം മൂന്നാം പാല്, പിന്നെ അത് കഴിഞ്ഞ് ഒരു 2.5 കപ്പോളം രണ്ടാം പാല്. ഇനിയിപ്പോൾ ഒന്നാം പാല് മാത്രമേ ഉള്ളൂ, 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഒരു കപ്പും കൂടി ഒഴിക്കും. കാരമൽ സിറപ്പ് ഒഴിച്ചു. നോക്കൂ, കളറ് മാറുന്നേ. ഇനി ഒരു തിള വന്നോട്ടെ, കഴിഞ്ഞു. പിന്നെ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത്, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ പായസം റെഡി. അപ്പോൾ ഇതൊരു ആപ്പിൾ കാരമൽ പായസം. ചെറുതായിട്ട് തിള പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, നല്ല മണം. പായസം റെഡി. ഇനി തീ ഓഫ് ചെയ്യാം. തിളയൊക്കെ വന്നു തുടങ്ങി. ഒരുപാട് കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല, റെഡിയാണ്. ഇനി നമ്മുടെ ഒന്നാം പാലും കൂടി ഒഴിക്കും. ഇത് നോക്കിയാൽ തിള പൊട്ടുന്നുണ്ടോ, പൊട്ടി വരണം, അത്രേ ആവശ്യമുള്ളൂ. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒന്നാം പാല്. അങ്ങനെ ഒരു പെർഫെക്റ്റായിട്ട് നമ്മുടെ ഒരു ആപ്പിൾ കാരമൽ അല്ലെങ്കിൽ കാരമൽ ആപ്പിൾ പായസം റെഡി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം സ്പെഷ്യലാണ് മാജിക് അവൻ്റെ. അങ്ങനെ നമ്മുടെ ആപ്പിൾ കാരമൽ പായസം റെഡി. ഇനി ലാസ്റ്റ് എന്താ നമ്മൾ ചെയ്യണത്, കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടണം. അപ്പോൾ അതിന് വീണ്ടും കുറച്ച് നെയ്യ് എടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ മിൽക്കി മിസ്റ്റിൻ്റെ തന്നെയാണ് എല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്നത്, കൗഗി. ഇനി അതിലേക്ക് ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പും ഒരു 50 ഗ്രാം കിസ്മിസും വറുത്തിടാം. അളവ് ഞാൻ പറയുന്നത് ഉരുക്കാത്ത നെയ്യാണ്, 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തു. ഇങ്ങനെ നിറച്ചിങ്ങനെ നെയ്യ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. കാര്യം അധികമായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടില്ല, 2 ടേബിൾ സ്പൂൺ നിറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വറട്ടാൻ. നെയ്യ് ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. 50 ഗ്രാമോ 100 എത്ര വേണമെങ്കിലും ആകാം. ഇതിപ്പോൾ 50 ഗ്രാംസാണ് ചേർക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെയും ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആൽമണ്ട്സ് ഒക്കെ ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആകാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇടാം. കാര്യം ഇതൊരു ഫ്രൂട്ട് പായസമാണ്, അതുകൊണ്ട് എന്തിട്ടാലും
കുഴപ്പമില്ല. ഫ്രൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡേറ്റ്സ് വേണമെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയിടാം, അതും നല്ലതാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതിൽ ചെറിയൊരു ഡേറ്റ്സിൻ്റെ ടേസ്റ്റും കൂടി കയറും. ആപ്പിൾ ഡേറ്റ്സ് പായസമാക്കി മാറ്റാം. ഇതെല്ലാം ഡിഫറെൻറ്റ് ഇംപ്രവൈസേഷൻസാണ്, വ്യത്യസ്തമായിട്ട് ചെയ്യാം. ഇനി വേണമെങ്കിൽ ആപ്പിൾ ആൻഡ് ക്യാരറ്റ് പായസമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പല പല വേർഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി കിസ്മിസ്, ആഹാ, നെയ്യിൽ വറുക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, അത് ഒരു പ്രത്യേക മണമാണ്. ഇനി ഈ നെയ്യോടുകൂടിയാണ് നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കുന്നത്. ഇങ്ങനെ ബൾബ് പോലെ ആകും. അത് കഴിഞ്ഞിട്ട് അത് ചുരും. കിസ്മിസ്, അതാണ് എൻ്റെ ഒരു രീതി. പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. നെയ്യോടുകൂടി ചേർക്കാം. ഇത് തന്നെയാണ് ഏറ്റവും മനോഹരമായൊരു കാഴ്ച, ഇങ്ങനെ ബബിൾ ചെയ്യുന്നത്. രസമാണിത് കാണാൻ. അങ്ങനെ മാജിക് അവൻ്റെ ഓണം സ്പെഷ്യൽ 2024 പായസമാണ് കാരമൽ ആപ്പിൾ പായസം, അല്ലെങ്കിൽ ആപ്പിൾ കാരമൽ പായസം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. ഒരു വ്യത്യാസമുള്ളൊരു പായസമായിരിക്കും. വളരെ ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതൊരു ഫ്രൂട്ട് പായസമാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. വ്യത്യസ്തമായി ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചേഞ്ചിന്, ഒരു ഓണത്തിന് ഇപ്രാവശ്യം ഒരു മാറ്റത്തിന് പുതിയൊരു പായസം ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ ഉണ്ടാക്കണം. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ 1 കിലോ ശർക്കരയും കാരമൽ ഒരു 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി കുറച്ചുകൂടി സ്വീറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഇനി പഞ്ചസാരയുടെ കാരമൽ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3/4 കിലോ ശർക്കരയിൽ മാത്രം വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ഓണം സ്പെഷ്യൽ ആപ്പിൾ കാരമൽ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. മാജിക് അവൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിക്കുകയാണ്. ഓണാശംസകൾ. ഹാപ്പി ഓണം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.